നമസ്കാരം. വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആകാശത്തേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുന്ന ബാല്യം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ജനുവരി 29-ന് ഇന്ത്യയുടെ ആകാശത്ത് കണ്ണും നട്ട് കാത്തിരിക്കുന്നവരിൽ മുതിർന്നവരുമുണ്ട്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുകയാണ് അന്ന്. കൃത്യമായി പറഞ്ഞാൽ 2012-ന് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് ഒരു യാത്രാ വിമാനം പോലും പാകിസ്ഥാനിലേക്ക് പറന്നിട്ടില്ല. 13 വർഷമായി നിശ്ചലമായി കിടന്നിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ റൂട്ട് വീണ്ടും തുറക്കുമ്പോൾ പാതയുടെ സിംഹഭാവം കൈയാളുന്ന ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഈ വിമാനയാത്രയിൽ ആകാംക്ഷ ഉയർത്തുന്ന പ്രധാന ചോദ്യം. ബംഗ്ലാദേശിന്റെ പതാകവാഹക വിമാന കമ്പനിയായ ബീമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് ആണ് നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബീമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് ഇത്രയും നാൾ പാകിസ്ഥാനിലേക്ക് പോകാതിരുന്നതെന്നും പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന്റെ കാരണം എന്തായിരിക്കുമെന്നും നോക്കിയാൽ സർവീസ് നിർത്തിവെക്കാനുള്ള പ്രധാന കാരണം ഇത് ലാഭകരമല്ലായിരുന്നു എന്നത് തന്നെയാണ്. ആ സമയത്ത് ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. വിമാനത്തിലെ ഭൂരിഭാഗം സീറ്റുകളും ഒഴിഞ്ഞുകിടന്നിരുന്നത് ബീമാൻ ബംഗ്ലാദേശിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആ കാലയളവിൽ അത്ര സുഖകരമല്ലായിരുന്നു. 1971-ലെ യുദ്ധ കുറ്റവാളികളെ ബംഗ്ലാദേശിൽ വിചാരണ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇത് വിസ നടപടികളെയും ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തെയും ബാധിച്ചിരുന്നു. അടുത്തതായി പറയുന്നത് ഇന്ത്യയുടെ വ്യോമപാതയിൽ ഉണ്ടായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പലപ്പോഴും വ്യോമപാതകൾ അടച്ചിടുന്നതിനോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ കാരണമായിട്ടുണ്ട്. ഇന്ത്യക്ക് മുകളിലൂടെ പറക്കുന്നതിന് ലഭിക്കേണ്ട അനുമതിയിലെ സാങ്കേതിക തടസ്സങ്ങളും ആ സമയത്ത് സർവീസിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിമാന സർവീസ് വീണ്ടും തുടങ്ങാൻ ആലോചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് വഴി യാത്രാ സമയവും ഇന്ധന ചെലവും ഗണ്യമായി കുറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആവശ്യമായ അനുമതികൾ നേടിയിട്ടുണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.